ഹർഷപാരവശ്യത്തിൻ്റെ പ്രതീതി അവൾ പ്രകാശിപ്പിച്ചു. ആ നില ഒരു വിശ്വാസപ്രമാണം ചൊല്ലുന്ന സമയം ദീർഘിച്ചു. അനന്തരം അവൾ കണ്ണടച്ച് മരിച്ചു. അപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റായിരുന്നു. തല വലത്തോട്ട് അല്പം ചരിഞ്ഞിരുന്നു. പരിപാവനമായ ഒരു പുഞ്ചിരി ചുണ്ടുകളിൽ വ്യാപരിച്ചിരുന്നു. സിസ്റ്റർ ജനവീവ് എടുത്ത ഫോട്ടോയിൽ പ്രകടമായിരിക്കുന്നത് പോലെ അവൾ അത്യന്തം സുന്ദരിയായി കാണപ്പെട്ടു. മൃതശരീരം വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വൈകുന്നേരം വരെ പതിവ് പോലെ കൊയറിൻ്റെ ഗ്രില്ലിനടുത്ത് പ്രദർശിപ്പിച്ചിരുന്നു. മൃതസംസ്കാരം 1897 ഒക്ടോബർ 4-ാം തീയതി ലിസ്യൂ സെമിത്തേരിയിൽ സാധാരണ കല്ലറയിൽ നടത്തി. അജ്ഞാതയായിരുന്ന ആ കർമ്മലീത്ത സന്യാസിനി തൻ്റെ വിസ്മയകരമായ മരണാനന്തര ജീവിതം ആരംഭിക്കുകയായിരുന്നു. ലൂയി മാർട്ടിനും സെലിഗുരിനും അന്ത്യവിശ്രമം കൊള്ളുന്ന ലിസ്യൂവിലെ മുനിസിപ്പൽ സെമിത്തേരിയിൽ തന്നെയാണ് ഉച്ചറേസ്യയെയും സംസ്കരിച്ചത്. എന്നാൽ അവളുടെ നാമകരണത്തിന് മുൻപ് അവളുടെ ഭൗതിക ശരീരം കർമ്മലീത്ത മഠത്തിലേക്ക് കൊണ്ടുവരികയും ഇപ്പോഴും അത് അവിടെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.